ഹായ് ഓൾ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയുടെ മറ്റൊരു വെബിനാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ അരവിന്ദ് സാറുമാണ് ഉള്ളത്. നിങ്ങൾ ഈ ഒരു വെബിനാറിന്റെ ടോപ്പിക് നിങ്ങൾക്കറിയാം. ഇന്നത്തെ നടന്നിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാം, നമ്മള് ഒരുപാട് എക്സാമുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. സോ വരാനിരിക്കുന്ന എക്സാമുകളെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ തരുന്ന എക്സാം ആണ്. അതായത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന, അതേപോലെ തന്നെ വരാനിരിക്കുന്ന എക്സാമുകൾക്ക് ഒരു മോഡലാക്കി നമുക്ക് എടുക്കാവുന്ന ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നടന്നിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഒരുപാട് പേര് ആൻസർ കീ, അതേപോലെയുള്ള ഡൗട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, എൻട്രി ആപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെയാണ് ഭൂരിപക്ഷം ക്വസ്റ്റ്യൻസും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മോർ ദാൻ 80 ക്വസ്റ്റ്യൻസ് സെയിം ടു സെയിം ക്വസ്റ്റ്യൻസ് എൻട്രി ആപ്പിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളത് ഇതിലെ ഏറ്റവും വലിയ, ഈ എക്സാമിലെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഞങ്ങൾ എല്ലാ അധ്യാപകർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലൊരു അച്ചീവ്മെന്റ്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങളുടെ അച്ചീവ്മെന്റ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കോർ നിങ്ങളും നേടിയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് നോക്കുന്ന സമയത്ത്, എല്ലാ സബ്ജക്റ്റുകളും നോക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് ഏറെക്കുറെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒരല്പം ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിട്ടുള്ളത് മൈക്രോ പ്രൊസസറിന്റെ ഏരിയ ആണ്. ഒരല്പം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. ബാക്കി എടുക്കുകയാണെങ്കിൽ മെഷീൻസിന്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സർക്യൂട്ട് തിയറി ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ 10 ക്വസ്റ്റ്യൻസുകൾ, അതായത് വളരെ ഈസി ആയിട്ട് ആ സ്കോർ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഏരിയയിൽ നിന്നൊക്കെ സർക്യൂട്ട് തിയറി ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നെറ്റ്വർക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എല്ലാം വളരെ ഈസി ആയിരുന്നു. ഓക്കെ, ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇല്യൂമിനേഷൻ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ. ദെൻ ഇതൊരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ നമ്മൾ തേടി വരുന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ് ഇന്നത്തെ എക്സാം ഹാളിൽ കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. എത്രയാണ് എക്സ്പെക്ടഡ് കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആൻസർ കീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഓരോ 1 by 1 ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അനാലിസിസിന് ശേഷം നമ്മൾ ഒറ്റ സെഷനായിട്ട് ഇത് മുഴുവനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ 2 പാർട്ടായിട്ട് ഇന്നും നാളെയുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മളൊരു 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ 50-ല് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും വേണം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുകയും വേണം. അപ്പം അതിന് ശേഷം നമുക്ക് പറയാം എത്ര കട്ട് ഓഫ് വരും, എങ്ങനെയായിരുന്നു എക്സാമിനെ കുറിച്ച് പറയാന്നുള്ളത്. ഇപ്പൊ എക്സാമിനെ കുറിച്ച് ഒരു ഓവർവ്യൂ പറയാന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എൻ ഓക്കെ എക്സാം എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഡിഫിക്കൽട്ട് ലെവൽ എക്സാം എന്ന് ഒരിക്കലും ഇതിനെ പറയാൻ കഴിയില്ല. കാരണം ടിപ്പിക്കലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലും ഈ എക്സാമിന് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വാസ് എൻ ഓക്കെ എക്സാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമതൊരു പോയിന്റ് എന്ന് പറയുന്നത്, സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്നുള്ളതാണ് ഈ എക്സാമിന് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന്. അതായത് നമുക്കറിയാം, മെഷീൻസിൽ നിന്ന് ഒരുപാട് പോർഷൻസുകൾ അവർ സ്റ്റാർട്ടിങ്ങിൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് DC മെഷീൻസ് മാത്രമാണ് അവർ 10 മാർക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. അതായത് സിംഗിൾ ഫേസോ ആൾട്ടർനേറ്ററോ ഒന്നും അതിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എക്സാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവർ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത് സിലബസിൽ തന്നെയാണ്. ഓരോ ഏരിയയിലും അവർ പറഞ്ഞിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട പാഠം എന്ന് പറയുന്നത് നെക്സ്റ്റ് അപ്കമിങ് എക്സാമിലും ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ചെറിയ 1-2 വേരിയേഷൻസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഡിറ്റോ, അതെന്താണ്, അവർ സിലബസിൽ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും മാഗ്നറ്റിസത്തിൽ നിന്നും 10 മാർക്ക് ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് തിയറിയിൽ നിന്ന് 10 മാർക്ക് ക്വസ്റ്റ്യൻസ്, മെഷർമെന്റ്സിൽ നിന്ന് 10 മാർക്ക് ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് 10 മാർക്ക് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാ ഏരിയയിൽ എന്ത് വന്നിട്ടുണ്ട്. കൺട്രോൾ സിസ്റ്റം 10 മാർക്ക് ക്വസ്റ്റ്യൻ. കൺട്രോൾ സിസ്റ്റം ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും, ഒരേ ഒരു ക്വസ്റ്റ്യനിലേക്ക് പറ്റിയ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പവർ ഇലക്ട്രോണിക്സിൽ ഔട്ട് ഓഫ് 10 9 ക്വസ്റ്റ്യൻസും എൻട്രി ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്.
അതേപോലെ ഇല്യൂമിനേഷൻ, അതേപോലെ തന്നെയുള്ള ടോപ്പിക്കിൽ നിന്ന് എർത്തിങ് സെൽസ്, ആ ഒരു ലാസ്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് ക്വസ്റ്റൻസിൽ 10 മാർക്കും ഇവിടുന്ന് വന്നിട്ടുള്ളതാണ്. DC മെഷീൻസിൽ നിന്നുള്ള കംപ്ലീറ്റ് ക്വസ്റ്റൻസും വന്നിട്ടുള്ളതാണ്. സോ നമ്മളൊരു ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി എൻട്രി ആപ്പ് ഫോളോ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈസി ആയിട്ട് ഒരു ഹൈ സ്കോർ തന്നെ വാങ്ങി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു മികച്ച സ്ഥാനം തന്നെ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിനെക്കാൾ ഒരല്പം താഴ്ന്ന ലെവലിലാണ് എക്സാം നടന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. അതായത് നമ്മൾ കുറച്ചുകൂടി ഹൈ ലെവലുള്ള എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ എക്സ്പെക്ട് ചെയ്തതെങ്കിൽ പോലും അത്രത്തോളം ഹൈ ലെവലൊന്നും വന്നിട്ടില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എൻട്രി ആപ്പിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ആപ്പിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസുകൾ അതേപോലെ വന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസുകളും തന്നെ എൻട്രി ആപ്പിന്റെ കണ്ടന്റുകൾ ആക്സസ് ചെയ്ത ഏതൊരു സ്റ്റുഡന്റിനും ഈസിലി മനസ്സിലാവുന്നതും അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതുമാണ്. നമ്മുടെ നോട്ട്സിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാം ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരോടും ഈ ഒരു അവസരത്തിൽ നമ്മൾ നന്ദി പറയാണ്. ഈ എൻട്രി ആപ്പിന്റെ ഫാക്കൽറ്റി ടീമിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലും അവരുടെ റിസർച്ച് വർക്കുമാണ് ആ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ ഇനി വരുന്ന എക്സാമുകൾക്ക് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മേജർ എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സബ് എഞ്ചിനീയർ എക്സാം ആണ്. ആ ഒരു സബ് എഞ്ചിനീയർ എക്സാമിലേക്കുള്ള കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു ഡയറക്ഷൻ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം ഓൾറെഡി എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ പഠനം ആരംഭിക്കണം, മികച്ച വിജയം നിങ്ങൾ കരസ്ഥമാക്കണം. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ അരവിന്ദ് സാറാണ്. സോ അരവിന്ദ് സാർ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അരവിന്ദ് സാർ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എന്തെല്ലാം കുട്ടികളുടെ ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത്? കുട്ടികൾക്ക് പൊതുവെ ഈസി ആയിരുന്നു. കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയ സ്റ്റുഡൻസിനൊക്കെ വളരെ ഈസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. മെജോറിറ്റി ക്വസ്റ്റ്യൻസുകൾ വന്നു അല്ലേ? അതെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സോ പൊതുവെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, സ്റ്റുഡൻസ് ഈസി ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. അതെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 പോകാം. ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഇപ്രാവശ്യം സർക്യൂട്ട്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിക്കുക. ദ പവർ ഫാക്ടർ ഓഫ് ആൻ RLC സീരീസ് സർക്യൂട്ട് കണക്റ്റഡ് അക്രോസ് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. ഏതോ ഒരു RLC സീരീസ് സർക്യൂട്ടിന്റെ സ്റ്റോറിയാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.8 ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇഫ് ദ കപ്പാസിറ്റർ ഇസ് റിമൂവ്ഡ്, അതായത് ഒരു RLC സീരീസ് സർക്യൂട്ടാണ്, R, L ആൻഡ് C. ഇതിനകത്ത് ഫസ്റ്റ് അവർ ചെയ്തേക്കുന്നത് കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോൾ പവർ ഫാക്ടർ 0.625 ആയി മാറി. ഇനിഷ്യലി എല്ലും സിയും ഉണ്ടായിരുന്നപ്പോൾ 0.8, നെക്സ്റ്റ് 0.625 ആയി വെൻ കപ്പാസിറ്റർ ഇസ് റിമൂവ്ഡ്. ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പവർ ഫാക്ടർ ഇഫ് ഇൻഡക്ടർ ഇസ് ഓൾസോ റിമൂവ്ഡ് ഫ്രം ദ സർക്യൂട്ട്? സോ ആക്ച്വലി ഇപ്പം ഓൾറെഡി കപ്പാസിറ്റർ റിമൂവ് ചെയ്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇൻഡക്ടറും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആ സർക്യൂട്ടിൽ റിമൈനിങ് ആയിട്ട് എന്താണ് ഉള്ളത്? വി ഹാവ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് വി ഹാവ് എ പ്യുവർ റെസിസ്റ്റൻസ്. സോ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു പ്യുവർ റെസിസ്റ്റൻസുമാണ് ഇനി ആ സർക്യൂട്ടിൽ ബാക്കിയുള്ളത്. സോ വി ഹാവ് പവർ ഫാക്ടർ 1. സോ തന്നേക്കുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക, 0.625, 0.8, 0.45. നമ്മുടെ ആൻസർ എന്താണ്? പവർ ഫാക്ടർ ഷുഡ് ബി എക്സാക്ട്ലി 1. സോ ആൻസർ ഇസ് ഡി, none of this. Next question. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged. Find the value of voltage to which the capacitor is discharged if 0.06 joules energy is removed from the capacitor. So initially ഒരു എനർജി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വിത്ത് കപ്പാസിറ്റർ 1 microfarad and voltage 400 volt. സോ ഈ കേസിനകത്ത് ഇനിഷ്യൽ എനർജി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് ഇനിഷ്യൽ എനർജി? ഈസ് ഗിവൺ ബൈ ഹാഫ് CV². ഹാഫ് CV² എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു C ഈസ് 1 microfarad ഇൻറ്റു 400². ഇനി ശ്രദ്ധിക്കുക, കുറച്ച് എനർജി ഡിസ്ചാർജ് ആയി പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ. സം പോർഷൻ ഓഫ് എനർജി ഈസ് ഡിസ്ചാർജ്ഡ്. ഡിസ്ചാർജ് ആയി പോയ എനർജി എത്രയാണ്? ഇറ്റ് ഈസ് 0.06 joules. സോ റിമൈനിങ്
ആ കപ്പാസിറ്റർ കുറച്ച് എനർജി സേവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കുറച്ച് എനർജി ഡിസ്ചാർജ് ആയി പോയപ്പോൾ നാച്ചുറലി കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡൗൺ ആയി. സോ നമുക്ക് കിട്ടും റിമൈനിങ് എനർജി എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് സി ഇൻറ്റു പുതിയ വോൾട്ടേജ് അല്ലേ, വി ഡാഷ് സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ റിമൈനിങ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ വി ഡാഷ്. ഇനി ഈസി ആണല്ലേ, ഇതിനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. 400 സ്ക്വയർ ഇസ് 1600 ഡിവൈഡഡ് ബൈ 2 ഇസ് 800. 800 ഇൻറ്റു 1 മൈക്രോ ഫാരഡ് അല്ലേ? 800 ഇൻറ്റു 1 മൈക്രോ ഫാരഡ് ചെയ്യാം, മൈനസ് 0.06 ചെയ്യാം. സോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 0.02 ജൂൾസ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻ ഹാഫ് സി വി സ്ക്വയർ, വി ഡാഷ് സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് വി ഡാഷസ് എന്താണ്? 200 വോൾട്ട്. നമ്മുടെ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആൻ ആർ സി സീരീസ് സർക്യൂട്ട് ഈസ് ഡാഷ് ടു ദ പവർ ഫാക്ടർ. എന്തായിരിക്കും? ശ്രദ്ധിക്കുക. ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആൻ ആർ സി സീരീസ് സർക്യൂട്ട് മീൻസ് ഇറ്റ് ഈസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 1/ω/CR. ഇതാണ് നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ? സോ ഈ സർക്യൂട്ടിനകത്ത് പവർ ഫാക്ടറുമായിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റിയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഈ സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ് കുറച്ചാൽ മൈ ക്വാളിറ്റി വിൽ ഇംപ്രൂവ്. ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ റെസിസ്റ്റൻസ് ക്വാളിറ്റി വിൽ ഇംപ്രൂവ് അല്ലേ? ഒരു പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം ഒരു ആർ സി സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ പവർ ഫാക്ടർ വിൽ എന്താണ്? ഡിക്രീസ്. പവർ ഫാക്ടർ വിൽ ഡിക്രീസ്. സോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഫാക്ടറും പവർ ഫാക്ടറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Xm of a paramagnetic material is less than 1 but positive. So it is a positive value which is slightly greater than 0 and lesser than 1. It is actually given by എന്താണ്? mu r minus 1. അതായത് -1 of relative permeability of the material എന്നാണ്. mu r of a paramagnetic material is slightly greater than 1. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി Xm എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ എക്സാക്ട് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ എ ഈസ് LA ആൻഡ് ദാറ്റ് ഓഫ് കോയിൽ ബി ഈസ് LB. സോ രണ്ട് കോയിൽ തന്നിട്ടുണ്ട്. കോയിൽ എന്റെ ഇൻഡക്റ്റൻസ് എന്താണ്? LA. അതുപോലെ തന്നെ കോയിൽ ബിന്റെ ഇൻഡക്റ്റൻസും പറയുന്നുണ്ട് LB. ബൈ കീപ്പിംഗ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് സെയിം. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം എന്താണ്? ഇസ് ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് L1 L2. ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യണം എന്നവർ പറയുന്നുണ്ട്. അതാണ് നമ്മളുടെ കണ്ടീഷൻ. ഇഫ് ദ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ബി ഈസ് ഇൻക്രീസ്ഡ് 4 times, അതായത് ഒരു ഇൻഡക്റ്റൻസിന്റെ വാല്യൂ അല്ലേ, ഞാൻ LA ആൻഡ് LB ആണല്ലേ, ഞാൻ LB എന്ന് പറയുന്നത് 4 times ഇൻക്രീസ് ചെയ്തു. ഇത് 4 times ഇൻക്രീസ് ചെയ്താൽ ഇൻക്രീസ്ഡ് ബൈ 4 times മീൻസ് ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ആക്ച്വലി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ട്വൈസ് ആവണമായിരുന്നു അല്ലേ? LA ഇൻറ്റു LB ഡാഷ്, വേർ LB ഡാഷ് ഈസ് ഈക്വൽ ടു 4 times LB. സോ ഈ കേസിനകത്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ട്വൈസ് ആവണമായിരുന്നു. പക്ഷേ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം ആവണമെങ്കിൽ വി ഹാവ് ടു റെഡ്യൂസ് ദ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബൈ ഹാഫ്. സോ ആൻസർ എന്താണ്? ദ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two inductive coils A and B in series with the axis of one coil perpendicular to the axis of the other coil. Then the mutual inductance is എന്നാണ്. സോ ആക്ച്വലി നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് ആംഗിളുമായിട്ട് ഒരു ബന്ധം വരുന്നില്ല. സോ ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഷുഡ് ബി 0. കാരണം എങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് വെച്ചാലും പരസ്പരം തമ്മിലുള്ള കപ്ലിംഗ് നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ദ ബെസ്റ്റ് ആൻസർ ഷുഡ് ബി എന്താണ്? 6C. Answer 0 should be the best answer. Next question. Energy stored in an inductive coil is. നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ കോയിൽ എന്താണ്? E is equal to half into Li square. So it is directly proportional to square of the current. Answer is option C. Energy stored in an inductive coil is directly proportional to square of the current. So answer should be എന്താണ്? Answer should be option C. Okay. ശരി. Next question. A coil is having a
ടൈം കോൺസ്റ്റന്റ് ഓഫ് 2 seconds. ഒരു കോയിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് എ ടൈം കോൺസ്റ്റന്റ് ഓഫ് 2 seconds ആൻഡ് ആൻ ഇൻഡക്റ്റൻസ് ഓഫ് 4 Henry. ശ്രദ്ധിക്കുക, ടൈം കോൺസ്റ്റന്റ് ഓഫ് 2 seconds. ഒരു കോയിൽ എന്ന് പറയുമ്പം ഞാൻ അതിനെ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ RL സർക്യൂട്ട് അല്ലേ, ഇറ്റ് ഈസ് ഹാവിങ് എ റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇൻഡക്റ്റൻസ്. അറ്റ് ദ സെയിം ടൈം ടൈം കോൺസ്റ്റന്റ് പറയുന്നുണ്ട്, ടൈം കോൺസ്റ്റന്റ് L/R is equal to 2. എന്തിനാണെന്ന് നമുക്ക് നോക്കാം, ആവശ്യമുണ്ടോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ട്. ഇഫ് ദ കോയിൽ ഈസ് കണക്റ്റഡ് ടു 40 volt സോഴ്സ്, കോയിൽ എന്താണ് 40 volt സോഴ്സിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടാൽ വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് ഇൻ ആംപിയർ പെർ സെക്കൻഡ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വെബിനാറിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്, ഒരു സ്വിച്ച്, ഞാനൊരു 40 volt സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഐ ഹാവ് കണക്റ്റഡ് എ 40 volt സോഴ്സ്. സോ ഞാനത് സ്വിച്ച് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് അലൗ സഡൻ ചേഞ്ചസ് ഇൻ ദ കറണ്ട് അല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കോമൺ ഇൻഡക്ടർ പ്രോപ്പർട്ടിയാണ്. സോ അറ്റ് ടൈം t=0 മൈനസ് എന്താണ്, കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ 0, കാരണം സ്വിച്ച് ഓപ്പൺ ആണ്. സോ ഇൻഡക്ടർ സ്വിച്ച് ഓൺ, ഈ സ്വിച്ച് എസ് ക്ലോസ് ചെയ്യുന്ന വെരി ഇൻസ്റ്റന്റിൽ ഇൻഡക്ടർ ഈസ് ഗോയിങ് ടു ബ്ലോക്ക് ദ എൻറ്റയർ DC വോൾട്ടേജ്, കാരണം ദർ ഇസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ അറ്റ് ടൈം t=0+. അതാണ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ്. So the entire 40 volt will appear across the inductor. Entire 40 volt is going to appear across the inductor. So അപ്പോൾ എന്തായിരിക്കും, 40 volt is equal to ഇൻഡക്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 into di/dt, which implies the rate of rise of current in ampere per second at the instant of switching എന്താണ്, it is 40 divided by 4. എത്രയാണ്, ആൻസർ is 10. നമ്മുടെ ആൻസർ എന്താണ്, ആൻസർ is going to be ഓപ്ഷൻ A. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരി, ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഇതൊരു സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ്. മാഗ്നറ്റൈസേഷൻ M is equal to മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻറ്റു മാഗ്നറ്റൈസിങ് ഫോഴ്സ് H. മാഗ്നറ്റൈസേഷൻ M is equal to മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻറ്റു മാഗ്നറ്റൈസിങ് ഫോഴ്സ്. സോ ആൻസർ എന്താണ്, 9th ആൻസർ ഇസ് ഓപ്ഷൻ D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the potential inside a charged hollow sphere എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്പിയർ. നമുക്കറിയാം there is a hollow sphere. ഹോളോ സ്പിയർ ചാർജ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. സോ ഒരു ചാർജ്ഡ് ഹോളോ സ്പിയർ പ്രസന്റ് ആണെങ്കിൽ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്പിയർ ഷുഡ് ബി 0. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് ഓൾവേസ് സേഫർ ടു സിറ്റ് ഇൻസൈഡ് എ വെഹിക്കിൾ ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത് അല്ലേ. ലൈറ്റ്നിങ് എത്ര ചാർജ് സർഫസിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടാലും അകത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സമ്മ് 0 ആയതുകൊണ്ട് ദർ വിൽ നോട്ട് ബി എനി എന്താണ് കറണ്ട് കണ്ടക്ഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം പൊട്ടൻഷ്യലാണ്. മനസ്സിലാക്കേണ്ട കാര്യം, പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഈസ് ഡ്യൂ ടു ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ചുമ്മാ ആഡ് ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇൻസൈഡ് 0 ആയി പോയത്. സോ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ചാർജ്ഡ് ഹോളോസ്ഫിയർ, നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സം ഓഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു ഓൾ ദ ഇൻഡിവിജ്വൽ ചാർജസ് ഈസ് ഗോയിങ് ടു ബി സെയിം ആൻഡ് ദാറ്റ് സെയിം ഈസ് ആസ് ഓൺ ദ സർഫസ്. നമുക്കറിയാം ഇതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് എ ഹോളോസ്ഫിയർ വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി ശ്രദ്ധിക്കുക, ഇനിഷ്യലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ശ്രദ്ധിക്കുക, ഇനിഷ്യലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ഈ കോൺസ്റ്റന്റ് വാല്യൂ ഏതുവരെ എക്സിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു ദ റേഡിയസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കോൺസ്റ്റന്റ്. ദെയർ ആഫ്റ്റർ എന്താണ്, ദ പൊട്ടൻഷ്യൽ വിൽ റെഡ്യൂസ്. ദെയർ ആഫ്റ്റർ ദ പൊട്ടൻഷ്യൽ വിൽ റെഡ്യൂസ് ഡിപ്പെൻഡിങ് അപ്പോൺ 1/r. റെക്ടാങ്കുലർ ഹൈപ്പർബോള വേരിയേഷൻ ആണ് പൊട്ടൻഷ്യലിന് വരുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ സി. പൊട്ടൻഷ്യൽ സ്കെയിലാർ ആണ്, അതുകൊണ്ട് തന്നെ ഡ്യൂ ടു സം ഓഫ് ഓൾ ദീസ് 0 ആവത്തില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഈസ് എ മെഷർ ഓഫ്. ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഈസ് എ മെഷർ ഓഫ് ഏതാണ്, നമുക്കറിയാം ഹിസ്റ്റെറിസിസ് ലൂപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി ലോസ് പെർ സൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Faraday's laws of electromagnetic induction and the Lenz's law are summarized by the equation. ഏതാണ് ഇതിനകത്തെ ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഓപ്ഷൻ സി. കാരണം ഫാരഡേസ് ലോ പറയുന്നത് whenever an EMF is induced whenever there is a rate of change of flux.
സോ ഡി സൈ ബൈ ഡി ടി. അതാണ് ഫാരഡേസ് ലോ. ലെൻസസ് ലോ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻഡ്യൂസ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ്, അല്ലേ? ഓപ്പോസ് ചെയ്യത്തക്ക രീതിയിൽ, അതായത് കോസിനെ ഓപ്പോസ് ചെയ്യത്തക്ക രീതിയിലാണ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടാൻ പോകുന്നത്. സോ ദാറ്റ് മൈനസ് ഇസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ്. സോ വി ഹാവ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി സൈ ബൈ ഡി ടി ഇസ് ദ ബെസ്റ്റ് ആൻസർ. 12th ആൻസർ എന്താണ്? ഓപ്ഷൻ സി. 13th ക്വസ്റ്റ്യൻ. ശരി. ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ റെസിഡ്യുവൽ മാഗ്നറ്റൈസേഷൻ ടു സീറോ യെസ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, സംഭവം ബി എച്ച് കർവിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? നമുക്കറിയാം ഒരു ബി എച്ച് കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ്, അല്ലേ? ഇനിഷ്യലി ചാർജ് ചെയ്യുമ്പം സീറോയിൽ നിന്ന് പോവും, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പം വേറെ പാത്ത് ഫോളോ ചെയ്യും, ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും വേറെ പാത്ത് ഫോളോ ചെയ്യും. ഇതാണ് ബി, ഇവിടെയാണ് എച്ച്, അല്ലേ? ഇതാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. സോ ഇനിഷ്യലി ചാർജ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞാൻ തിരിച്ച് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതേ കറണ്ട്, മാഗ്നറ്റൈസിങ് കറണ്ട് ഞാൻ റെഡ്യൂസ് ചെയ്ത് സീറോ ആയപ്പോൾ ദർ ഇസ് സം ബി ദാറ്റ് ഇസ് പ്രസന്റ്. ആ ബീനെയാണ് നമ്മൾ എന്താണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ റെസിഡുവൽ മാഗ്നറ്റൈസേഷൻ ടു സീറോ. ഈ ബി സീറോ ആക്കണമെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഇതിനെയാണ് നമ്മൾ കൊയേഴ്സീവ് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റി. സോ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ. എന്ത് മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലോവർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ദ സപ്ലൈ. 24 hours എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സപ്ലൈയിൽ കണക്റ്റഡ് ആയിരിക്കും. ഈ ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ്, കോപ്പർ ലോസ് കൊണ്ട് രണ്ട് തരം ലോസും. കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വയർസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഒരു കണക്ഷനാണ്, അല്ലേ? സോ ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഫുൾ ടൈം സപ്ലൈയിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അയൺ ലോസ് എന്താണ്, അയൺ ലോസ് മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഫുൾ ടൈം അയൺ ലോസ് ഉണ്ടാവും, ഫുൾ ടൈം റേറ്റഡ് വോൾട്ടേജ് വൈൻഡിങ്ങിന് അക്രോസ് ഉണ്ടാവും. സോ എന്താണ്, അയൺ ലോസ് ഷുഡ് ബി മിനിമൈസ്ഡ് ഓൾ ദ ടൈം. സോ അതുകൊണ്ട് തന്നെ ഡിസൈൻ ടൈമിൽ അയൺ ലോസ് മിനിമം ആക്കിക്കൊണ്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി മോട്ടോർ ഇസ്. നമുക്കറിയാം എന്താണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നല്ലേ? എന്താണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് ഇസ് ടോർക്ക് വേഴ്സസ് സ്പീഡ്. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ടോർക്ക് വേഴ്സസ് സ്പീഡ്. കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ടോർക്ക് വേഴ്സസ് സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പോൾസ് ടു ഗെറ്റ് ദ മാക്സിമം സ്പീഡ് ഫോർ ആൻ ഓൾട്ടർനേറ്റർ? സോ നമുക്കൊരു ഓൾട്ടർനേറ്റർ ഉണ്ട്. നമുക്കറിയാം ഓൾട്ടർനേറ്റർ സ്പീഡ് എന്ന് പറയുന്നത് 120 ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ പി. സോ മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ഷുഡ് ബി മിനിമം. ദാറ്റ് മിനിമം പോൾ എന്താണ്? 2 പോളാണ്, അല്ലേ? ഒരു പോൾ കൊണ്ട് നമുക്ക് എന്തായാലും ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? 2 പോൾ മിനിമം ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് 360 ഡിഗ്രി ഇലക്ട്രിക്കൽ ആംഗിൾ കവർ ചെയ്യത്തുള്ളൂ. സോ മാക്സിമം സ്പീഡ് will be corresponding to number of poles 2. So next question. The starting torque of a 3-phase induction motor is directly proportional to. 3-phase induction motor starting torque ന്റെ equation നമുക്കറിയാമല്ലേ? എന്താണ്? Torque is proportional to V square. Torque will be proportional to V square. Exact equation എന്താണ്? Torque is equal to 3 into എന്താണ്? I square into R, അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? Exact equation is 3 by omega synchronous into V square by R2 by S the whole square plus X2 square I square I into R2 by S. ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ ഓഫ് ദ ടോർക്ക്. സോ എന്താണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും T is proportional to V square എന്ന്. സോ ആൻസർ is going to be option C. Next question. Carbon brushes are preferred over copper brushes in DC machine. കാർബൺ ബ്രഷസ് ആർ പ്രിഫേർഡ് ഓവർ കോപ്പർ ബ്രഷ്. ശരിക്കും കോപ്പർ യൂസ് ചെയ്യാമായിരുന്നു, അല്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കാർബൺ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡ്യൂ ടു ദ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ദ കാർബൺ. അതായത് കാർബൺ നമുക്കറിയാം, ബ്രഷസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കമ്പ്യൂട്ടറിന്റെ പുറത്തിരുന്ന് എന്താണ് ഒരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? സോ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ കാർബൺ ബ്രഷസ് അബ്രേസീവ് റെസിസ്റ്റന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് കുറച്ചും കൂടെ ലോങ്ങർ ആയിരിക്കും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ EMF induced in a DC generator if the flux is reduced by 20% and the speed is increased by 20%? ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം N is proportional to EB അല്ലെങ്കിൽ EB by 5, അല്ലെങ്കിൽ നമുക്ക് എഴുതാം N1 by N2 is equal to E1 by E2 into phi2 by phi1. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്താണ് DC മെഷീൻസിൽ ഫസ്റ്റ് പഠിക്കുന്നത് അല്ലേ. സോ ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഫ്ലക്സ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 20% അല്ലേ. ഫ്ലക്സ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 20%. ദാറ്റ് മീൻസ് phi2 is equal to 0.851. റെഡ്യൂസ്ഡ് ടു അല്ല, റെഡ്യൂസ്ഡ് ബൈ 20%. സോ phi2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് 0.851 ആൻഡ് ദ സ്പീഡ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ N2 എന്താണ്? N2 is equal to 1.2 times N1. സോ ഇത് സോൾവ് ചെയ്യുക, യു വിൽ ബി ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ അല്ലേ. അതായത് E2 is equal to phi2 by phi1 അല്ലെങ്കിൽ E2 by E1 is equal to എന്താണ് phi2 by phi1 into N2 by N1. N2 by N1 എന്താണ്? It is 1.2. സോ ആൻസർ എന്താണ്? 1.2 into 0.8 into E1. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ EMF അല്ലേ. സോ പുതിയ EMF എന്താണ്? 12 into 8 എന്ന് പറഞ്ഞാൽ 96. സോ 0.96 into E1. 0.96 times E1 മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി റെഡ്യൂസ്ഡ് ബൈ 0.04 അല്ലേ. നേരത്തെ E1 ആയിരുന്നു, ഇപ്പം 0.96 E1 ആയി. സോ എന്താണ്? 0.04 റെഡ്യൂസ്ഡ് ആയി. സോ ദ എക്സാക്ട് ആൻസർ ഈസ് എന്താണ്? 4% റിഡക്ഷൻ. നെക്സ്റ്റ്, എ DC motor connected to 220 volt supply takes 60 ampere. 60 ആംപിയർ ആണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. The power developed in the armature is maximum when the back EMF is. ഇതൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. മാക്സിമം പവർ ഡെവലപ്ഡ് വരണമെങ്കിൽ ബാക്ക് EMF ഷുഡ് ബി ഹാഫ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. സോ ബാക്ക് EMF അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 220 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 110 വോൾട്ട്. സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ വളരെ ഈസിയും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആണ് അല്ലേ. ഇഫ് ദ പ്രൈമറി കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ട്വൈസ് ദ സെക്കൻഡറി കറണ്ട് then it is named as dash transformer. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് പഠിക്കുന്ന പോയിന്റ്സ് ആണ്. സോ പ്രൈമറി കറണ്ട് ഇസ് ട്വൈസ് ദ സെക്കൻഡറി കറണ്ട് അല്ലേ. സോ വി ഹാവ് എ പ്രൈമറി ആൻഡ് വി ഹാവ് എ സെക്കൻഡറി. ദിസ് ഇസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി കറണ്ട് ട്വൈസ് ഓഫ് സെക്കൻഡറി മീൻസ് പ്രൈമറി വോൾട്ടേജ് വിൽ ബി ഹാഫ് ഓഫ് സെക്കൻഡറി. സോ ഞാൻ V1 I1 ആണ് ഇൻപുട്ട് ക്വാണ്ടിറ്റീസ്, V2 I2 ആണ് സെക്കൻഡറി ക്വാണ്ടിറ്റീസ് എങ്കിൽ പ്രൈമറി കറണ്ട് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് ട്വൈസ് സെക്കൻഡറി അല്ലേ. I1 is equal to 2I2. അങ്ങനെയാണെങ്കിൽ എന്താണ്? V2 is equal to 2V1 ആയിരിക്കണം, കാരണം ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് പവർ ഡിവൈസ് അല്ലേ. സോ എന്താണ്? V2 is equal to 2V1, അതായത് പ്രൈമറിനേക്കാൾ ട്വൈസ് ആണ് സെക്കൻഡറി. സോ ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. ശരി, ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അയൺ സിലിക്കൺ അലോയ് കോർ ഈസ് യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ 2. എന്തിനാണ് നമ്മൾ, എന്ത് പർപ്പസിനാണ് അയൺ സിലിക്കൺ അലോയ് യൂസ് ചെയ്യുന്നത്? സിലിക്കൺ അയൺ അലോയ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് ഹയർ പെർമിബിലിറ്റി ആൻഡ് ഓൾസോ ഹയർ പെർമിബിലിറ്റി ആയതുകൊണ്ട് തന്നെ ലോസസും കുറവായിരിക്കും അല്ലേ. പെർമിബിലിറ്റി കൂടുതൽ യൂസ് ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കും. സോ എന്താണ് ആക്ച്വലി സിലിക്കൺ അയൺ അലോയ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർമിബിലിറ്റി ഉണ്ടാവും. പെർമിബിലിറ്റി ഹൈ മീൻസ് റിലക്റ്റൻസ് കുറവാണ്, ഫ്ലക്സ് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ സാധിക്കും, കുറച്ച് മാഗ്നറ്റൈസിങ് കറണ്ട് ഡ്രോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ നമ്മുടെ ബെസ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആൻഡ് ബി. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് എക്കണോമിക്കലി യൂസ്ഡ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഈസ് ഡാഷ് ഫോർ സ്മോൾ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ സ്റ്റാർ കണക്ഷൻ ആണ്. കാരണം സ്മോൾ കറണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രലിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട. ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ മീൻസ് ഇറ്റ് ഇസ് എന്താണ്? ഇറ്റ് ഷുഡ് ബി സ്റ്റാർ സ്റ്റാർ. സോ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്റ്റാർ സ്റ്റാർ. ശ്രദ്ധിക്കുക, എ DC വോൾട്ടേജ് ഓഫ് 40 volt ഈസ് അപ്ലൈഡ് അക്രോസ് എ സീരീസ് കണക്റ്റഡ് റെസിസ്റ്റേഴ്സ് 4 ohm and 3 ohm. Find the current through the 2 ohm resistance if it is connected across the 4 ohm resistor. ശ്രദ്ധിക്കുക, സോ വി ഹാവ് എ 4 ohm റെസിസ്റ്റർ, വി ഹാവ് എ 3 ohm റെസിസ്റ്റർ, 4 ohm and 3 ohm. ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ.
Find the current through the 2 ohm resistor if it is connected across the 4 ohm resistor. So ഞാൻ ഇവിടെ ഒരു 2 ohm resistor കണക്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഞാനിവിടെ ഒരു 40 വോൾട്ട് കൊടുത്തു. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ 2 ohm resistor അല്ലേ? സോ വാട്ട് ഈസ് ദിസ് കറണ്ട് ഐ? ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കോമ്പിനേഷൻ ഓഫ് 4 ohm and 2 ohm. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 4 into 2 divided by 4 plus 2 അല്ലേ? ഇറ്റ് ഈസ് 8 by 6 which is equal to 4 by 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.33 ohm ആണ്. സോ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഇറ്റ് ഈസ് 1.33 ഇൻ സീരീസ് വിത്ത് 3 ohms. ഇതിന് അക്രോസ് ആണ് ഞാൻ എൻ്റെ 40 വോൾട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബൈ പൊട്ടൻഷ്യൽ ഡിവിഷൻ മെത്തേഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 1.33 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 40 into 1.33 divided by 3 plus 1.33 ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ യു ബി ഗെറ്റിംഗ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദിസ്. അതിന് ഞാൻ വി ഡാഷ് എന്ന് വിളിക്കുന്നു. ഈ വി ഡാഷ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ കറണ്ട് ത്രൂ ദ എന്താണ് 2 ohm റെസിസ്റ്റർ. സോ എന്തായിരിക്കും കറണ്ട് ത്രൂ ദ 2 ohm റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ എ. 6.1 ആംബിയേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, maximum power transferred from the source to the load when its equivalent Thevenin resistance is equal to load resistance അല്ലേ? ഇത് വളരെ ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മാക്സിമം പവർ ട്രാൻസ്ഫർ എപ്പോഴാണ് സംഭവിക്കുന്നത്? when the Thevenin equivalent resistance is equal to the load resistance. at that time എന്താണ്? maximum power will be transferred from the source to the load. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. 3 resistors RAB, RBC and RCA are connected in delta. So ഞാൻ ഒരു ഡെൽറ്റ കോമ്പിനേഷൻ ABC എടുത്തു. RAB, RBC and RCA റേഷ്യോ ആണ് തന്നേക്കുന്നത്. ഞാൻ റേഷ്യോ എന്ന് പറയുമ്പോൾ 1x, 2x, 4x, ഞാൻ 1, 2, 4 എന്ന് തന്നെ എടുക്കാം. RAB, RBC and RCA. Then the equivalent resistance in star RA, RB, RC എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റാറിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ RA വരും അല്ലേ? ഈ പോയിന്റിൽ RA വന്നു കഴിഞ്ഞാൽ RA ഇസ് ഈക്വൽ ടു എന്താണ്? തൊട്ട് സൈഡിലിരിക്കുന്ന രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ സം. 4 into 1 divided by 4 plus 2, 6 plus 1, 7. ഇതാണ് RA. RA is 4 by 7. സിമിലർലി നമുക്ക് RB ഉണ്ട്. വാട്ട് ഈസ് RB? RBന്റെ വാല്യൂ എന്താണ്? തൊട്ട് സൈഡിലിരിക്കുന്ന രണ്ടിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 1 into 2, ദാറ്റ് ഈസ് 2 divided by സം is 7. സിമിലർലി വി ഹാവ് RC. RC എന്ന് പറയുമ്പോൾ ഈ ടെർമിനലിൽ ഇവിടെ വരുന്നതാണ് RC അല്ലേ? ദിസ് ഇസ് RA, ദിസ് ഇസ് RB ആൻഡ് ദിസ് ഇസ് RC. RCന്റെ തൊട്ട് സൈഡിലെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 4 into 2, 8 ഡിവൈഡഡ് ബൈ 7 അല്ലേ? സോ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ് ആക്ച്വലി? RA is to RB is to RC. സോ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 4 by 7 is to 2 by 7 is to 8 by 7. അതാണ് ഇതിൻ്റെ മൂന്നിൻ്റെ റേഷ്യോ അല്ലേ? സോ ഞാൻ 7 എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തു. ആൻസർ ഇസ് 2 is to 1 is to 4. ആൻസർ എന്താണ്? ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിയാക്റ്റീവ് പവർ ഓഫ് എ RLC സർക്യൂട്ട് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വി ഹാവ് ആൻ RLC സർക്യൂട്ട് അല്ലേ? റിയാക്റ്റീവ് പവർ ഇൻഡക്ടറിനകത്ത് മാഗ്നറ്റിക് എനർജിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്, കപ്പാസിറ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. സോ ഡിഫറൻസ് ഓഫ് ദീസ് ടു എനർജി ആണ് നമുക്ക് ടോട്ടൽ റിയാക്റ്റീവ് പവർ ദാറ്റ് ഈസ് റിക്വയർഡ് എന്ന് പറയുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്ന് വെച്ചാൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ എന്നത് തന്നെയാണ് അവർ മീൻ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The resonant frequency of an RLC series circuit is F0. So F0 is equal to 1 by 2 pi into root LC അല്ലേ? If the values of parameters are halved, so L-ഉം ഹാഫ് ആക്കി, സിയും ഹാഫ് ആക്കി. ഇത് രണ്ടും റൂട്ടിനകത്താണ് ഉള്ളത് അല്ലേ? ഇത് രണ്ടും റൂട്ടിനകത്താണ് ഉള്ളത്. സോ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റൂട്ടിനകത്ത് ഡിവൈഡഡ് ബൈ 4 വന്നു അല്ലേ? സോ റൂട്ടിനകത്ത് ഡിവൈഡഡ് ബൈ റൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിവൈഡഡ് ബൈ 2 കിട്ടും. ആ 2നെ ഞാൻ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 2 pi into root LC എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 times F0. ഇതാണ് എൻ്റെ
എഫ് ഡാഷ്, പുതിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു R is equal to 8 ohm, XL is equal to 6 ohm, series circuit is 150. സോ 150 വോൾട്ട് ഞാൻ എടുത്ത് ആറിലും എല്ലിനും എക്രോസ് കൊടുത്താൽ ദിസ് ഈസ് 8 ഓം ആൻഡ് ദിസ് ഈസ് 6 ഓം. 150 വോൾട്ട് കൊടുത്താൽ എന്തായിരിക്കും? 150 ഡിവൈഡഡ് ബൈ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയറിൻ്റെ റൂട്ട് അല്ലേ? ടോട്ടൽ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ RMS വാല്യൂ മാത്രം നമുക്ക് കിട്ടിയാൽ മതി അല്ലേ? സോ വി ഹാവ് ടു റൈറ്റ് ദ ഇക്വലൻറ്റ് ഇമ്പിഡൻസ്. സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഇനി അതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ഓഫ് ആൻ RL സീരീസ് സർക്യൂട്ട് എന്താണ്? R സ്ക്വയർ പ്ലസ് XL സ്ക്വയറിൻ്റെ റൂട്ട്. സോ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇത് 64 പ്ലസ് 36 എന്ന് പറയുന്നത് 100 ആണ്. റൂട്ട് 100 ഇസ് 10. സോ ആൻസർ ഇസ് ഗോയിങ് ടു ബി 150 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു 15 ആംബിയേഴ്സ്. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ എ, 15 ആംബിയേഴ്സ്. നെക്സ്റ്റ്, 2 coils A and B of same material. ശ്രദ്ധിക്കുക, A and B of same material are connected in parallel across a supply. ഓക്കെ, സോ കോയിൽ എ ഉണ്ട്, കോയിൽ ബി ഉണ്ട്. ഓക്കെ, കോയിൽ എ ആൻഡ് കോയിൽ ബി, ദീസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് എ സപ്ലൈ. ഇത് കോയിൽ എ വിച്ച് ഇസ് ഹാവിംഗ് എ റെസിസ്റ്റൻസ് ആർ എ, ദിസ് ഇസ് കോയിൽ ബി ഹാവിംഗ് എ റെസിസ്റ്റൻസ് ആർ ബി. ശ്രദ്ധിക്കുക, coil A is having a diameter and length double of coil B. So resistance of the coil B ഞാൻ പറയുന്നു it is resistivity rho into L divided by A, where L is the length of the resistor and A is the cross sectional area അല്ലേ? ഇത് ഹീറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ എ എന്നാണ്. സോ റെസിസ്റ്റൻസ് ഇൻ ബി എന്ന് പറയുന്നത് ബി കോയിൽ റോ ഇൻറ്റു എൽ ബൈ എ ആണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് എ എന്തായിരിക്കും? ലെങ്തും ഡബിൾ ആണ്, ഡയമീറ്ററും ഡബിൾ ആണ് അല്ലേ? സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പൈ ഡി സ്ക്വയർ ബൈ 4 അല്ലേ? സോ ഇറ്റ് ഇസ് ആക്ച്വലി പ്രപ്പോർഷണൽ ടു എൽ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ്. സോ റെസിസ്റ്റൻസ് ഓഫ് എ എന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ലെങ്തും ഡബിളായി ഡയമീറ്ററും ഡബിളായി അല്ലേ? ഡയമീറ്ററും ഡബിൾ ആയി കഴിഞ്ഞാൽ 4 ഡി സ്ക്വയർ എന്ന് വരും. സോ ഇറ്റ് ഇസ് ആക്ച്വലി പ്രപ്പോർഷണൽ ടു എൽ ബൈ ഡി സ്ക്വയറിൻ്റെ ഹാഫ് ആണ്. സോ എനിക്ക് പറയാം ആർ എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആർ ബി ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആർ ബി. സോ എനിക്കിതിനെ 0.5 ആർ ബി എന്ന് എനിക്ക് എഴുതാം. ഇറ്റ് ഈസ് 0.5 ആർ ബി. ഓക്കെ, സോ 0.5 ആർ ബി ആണെങ്കിൽ നമുക്കിനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? സോ ആർ എ ഇസ് ഈക്വൽ 0.5 ആർ ബി. സോ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡബിൾ. ആർ ബിയിലെ കറണ്ട് ഐ ആണെങ്കിൽ ആർ എയിലെ കറണ്ട് എന്തായിരിക്കും? 2i ആയിരിക്കും അല്ലേ? സോ ഹീറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽ എ. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽ എന്ന് പറയുമ്പോൾ 2i സ്ക്വയർ ഇൻറ്റു 0.5 ആർ ബി അല്ലേ? എന്ന് പറഞ്ഞാൽ 4i സ്ക്വയർ ഇൻറ്റു 0.5 ആർ ബി വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു ആർ ബി. ഇതാണ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ കോയിൽ ബി. കോയിൽ എയിലെ ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മോർ ദാൻ ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ കോയിൽ ബി. സോ ആൻസർ എന്താണ്? ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The design and architecture of an arithmetic and logic circuit is established on which scheme എന്നാണ്? ആക്ച്വലി ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ കോമ്പിനേഷണൽ ലോജിക് സ്കീം. അതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The clock frequency of an 8085 microprocessor is 10 MHz. So clock frequency തന്നിട്ടുണ്ട് 10 MHz അല്ലേ? Time required to execute an instruction is 1.2 microsecond. ശരി, ആയിക്കോട്ടെ. ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 1.2 മൈക്രോസെക്കൻഡ് വേണം. പക്ഷെ എത്ര ടി സ്റ്റേറ്റ് എടുക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. ഒരുപാട് ടി സ്റ്റേറ്റ്സ് ചേർന്നിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ ആവുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് നീഡഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എന്താണ്? 10 MHz. സോ ഒരു ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ടൈം പീരീഡ് ഓഫ് 1 ടി സ്റ്റേറ്റ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 10 MHz എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0.1 മൈക്രോസെക്കൻഡ്. ടോട്ടൽ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്? 1.2 മൈക്രോസെക്കൻഡ് അല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ടോട്ടൽ എക്സിക്യൂഷൻ ടൈം 1.2 മൈക്രോസെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ എക്സിക്യൂഷൻ. സോറി, അതെ, ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓഫ് 1 ക്ലോക്ക് പൾസ്. ദിസ് ഇസ് ആക്ച്വലി
ടൈം പീരീഡ് ഓഫ് 1 ടി സ്റ്റേറ്റ്. ഇതാണ് ഒരു ടി സ്റ്റേറ്റ്. ഒരുപാട് ടി സ്റ്റേറ്റ് ചേർന്നപ്പോൾ എനിക്ക് എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ ആയി അല്ലേ. ഇൻസ്ട്രക്ഷൻ 1.2 മൈക്രോ സെക്കൻഡ് എടുക്കുന്നു. ഒരു ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 0.1 മൈക്രോ സെക്കൻഡ്. സോ ആൻസർ എന്താണ്, ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. വെൻ ടു പ്രോസസ്സേഴ്സ് 1 and 2 എക്സിക്യൂട്ടിംഗ് ദ സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ്. സോ അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ. Then a same input program running on the second processor takes 25% less time but incurs 20% more clock cycles per the clock cycles per instruction. ശ്രദ്ധിക്കുക, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ അല്ലേ. ഒരു ഇൻസ്ട്രക്ഷന് 20% കൂടുതൽ ക്ലോക്ക് സൈക്കിൾ എടുക്കും സെക്കൻഡ് പ്രോസസ്സർ, പക്ഷേ 25% ലെസ് ടൈമേ എടുക്കൂ വെൻ കമ്പയർ ടു ഫസ്റ്റ് പ്രോസസ്സർ. അങ്ങനെയാണെങ്കിൽ if the clock frequency of the first processor is 1 GHz, what is the frequency of the എന്താണ്, what is the frequency of second processor എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, എക്സിക്യൂട്ടിംഗ് ദ സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലേ. സോ ഞാൻ പറയുന്നത് ഇവിടെ എനിക്ക് പ്രോസസ്സർ P1 ഉണ്ട്, ഇപ്പുറത്ത് പ്രോസസ്സർ P2 പ്രസന്റ് ആണ്. സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. സോ ഞാൻ ഫസ്റ്റ് പറയുന്നു ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് എക്സിക്യൂഷൻ in processor P1 divided by cycles per instruction. എത്ര സൈക്കിൾസ് ഉണ്ട്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ അല്ലേ. സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റു ഒരു ഇൻസ്ട്രക്ഷന് എത്ര ടൈം പീരീഡ് എടുക്കും എന്നുള്ളതാണ്. ഒരു ഇൻസ്ട്രക്ഷന് എത്ര ടൈം പീരീഡ് എടുക്കും എന്നുള്ളതാണ്. അതായത് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റു ഒരു സൈക്കിളിന് എത്ര ടൈം എടുക്കും എന്നുള്ളതാണ്. ഒരു സൈക്കിളിന് എത്ര ടൈം എടുക്കും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രോസസ്സറിന്റെ ഫ്രീക്വൻസി 1 GHz ആണ് അല്ലേ. ഫസ്റ്റ് പ്രോസസ്സറിന്റെ ഫ്രീക്വൻസി ഈസ് 1 GHz. സോ അതിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും, 1 നാനോ സെക്കൻഡ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി മുകളിലേക്ക് എടുത്താൽ മതി. ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് പ്രോസസ്സർ. ഈസ് ഈക്വൽ ടു ഇടാൻ കാര്യം എന്താണ്, ദിസ് ഗീവ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്നാണ്. സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നെ പ്രോസസ്സർ 2-ൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഓഫ് സെക്കൻഡ് പ്രോസസ്സർ, ഇത് ഫസ്റ്റ് പ്രോസസ്സർ, ഇൻറ്റു എന്താണ് ക്ലോക്ക് ഡ്യൂറേഷൻ ഓഫ്, അതായത് ഇൻറ്റു സെക്കൻഡ് പ്രോസസ്സറിന്റെ ഒരു ടി സ്റ്റേറ്റിന്റെ ടൈം പീരീഡ്, അതായത് സെക്കൻഡ് പ്രോസസ്സറിന്റെ ഫ്രീക്വൻസിയാണ്. സോ ഈ എഫ് ആണ് ആക്ച്വലി നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. സോ ഇതിനകത്ത് ടൈം ടേക്കൺ ശ്രദ്ധിക്കുക, നമുക്ക് പറയുന്നുണ്ട് ദ സെക്കൻഡ് പ്രോസസ്സർ ടേക്സ് 25% ലെസ് ടൈം എന്നല്ലേ. സോ ടൈം ടേക്കൺ വെൻ കമ്പയർ ടു P1 ഞാനിവിടെ 0.75 എന്ന് എഴുതാം. സെക്കൻഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ്സറിനേക്കാൾ 25% ടൈം കുറച്ചേ എടുക്കത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ പറയുന്നുണ്ട് 20% മോർ ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എടുക്കുമെന്ന്. സോ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഈസ് ആക്ച്വലി 1.2 CP1. CP2 എന്താണ്, CPI2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.2 ടൈംസ് CP1. സോ എന്താണ്, CP2 മുകളിലേക്ക് പോകും, 1.2 എന്ന് വരും, ഡിവൈഡഡ് ബൈ 0.75 വിൽ ഫെച്ച് യു ദ കറക്റ്റ് ആൻസർ. 1.2 ഡിവൈഡ് ബൈ 0.75 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി എന്താണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ an assembly language, a sequence of 2 registers that multiplies the content of DE register pair by 2. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DE രജിസ്റ്റർ പെയറിനകത്ത് 1 2 3 4 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മീൻസ് അതിനെ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ. DE രജിസ്റ്റർ പെയറിനെ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്താൽ മതി. സോ DE രജിസ്റ്റർ പെയറും DE രജിസ്റ്റർ പെയറും കൂടെ ഞാൻ എന്താണ് ആഡ് ചെയ്തിട്ട് എനിക്ക് എന്താണ് HL പെയറിനകത്ത് സ്റ്റോർ ചെയ്യണം എന്നാണ് ഇൻസ്ട്രക്ഷൻ അല്ലേ. സോ ഇതിന്റെ ആൻസർ എന്താണ്, ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. എന്തുകൊണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുമ്പം DE പെയറും HL പെയറും കൂടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. സോ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ DE പെയറിനകത്തിരിക്കുന്ന എൻ്റെ ഒരു എക്സാമ്പിൾ വാല്യൂ 1 2 3 4 എന്താണ് HL പെയറിനകത്ത് പോകും 1 2 3 4. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡാഡ് ഹെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡബിൾ ആഡ് അല്ലേ. ഡാഡ് ഹെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, HL പെയറും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ HL പെയർ. എന്താണ്, റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ HL പെയർ. സോ എന്താണ് സംഭവിക്കുന്നത്, HLും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 2 3 4 പ്ലസ് 1 2 3 4. സോ ആക്ച്വലി എന്താണ്, ഇത് ഡബിൾ ആയി മാറും അല്ലേ. ദിസ് ഇസ് ഗോയിങ് ടു ബി ഡബിൾ. സോ ആൻസർ ഇപ്പം എന്താണ്, എനിക്ക് DE പെയറിലെ കണ്ടന്റ് ഡബിൾ ആയി കിട്ടി, 2 തവണ ആഡ് ചെയ്തു. സോ മൈ ആൻസർ ഈസ് ഓപ്ഷൻ ഡി.
വെബിനാർ ക്വസ്റ്റ്യൻ. അതെ, വെബിനാറിന് നമ്മൾ ഡാഡ് ഡി ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റാണ് ഞാൻ പറഞ്ഞു. ഡാഡ് ഡി ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആഡ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഡാഡ് ഡി മീൻസ് ഡി പേരും എച്ച് എൽ പേരും. ഡാഡ് എച്ച് പഠിപ്പിച്ചപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കറക്റ്റായിട്ട് ആ സമയത്ത് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാഡ് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്ത്. സോ ദാറ്റ് വാസ് ആക്ച്വലി ഡിസ്കസ്ഡ്. ഓക്കെ, ശ്രദ്ധിക്കുക. Next question, find the resolution of a 10-bit analog to digital converter for an input voltage of 10 volt. ശ്രദ്ധിക്കുക, 10 volt divided by 10 bit ആയതുകൊണ്ട് 2 raised to 10 minus 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 2 raised to 10 is 1024 minus 1 is 1023. സോൾവ് ചെയ്യുമ്പോൾ you are going to get 9.77 millivolt. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വിത്ത് അവൈലബിൾ ഹെഡ് ഓഫ് 1 meter ടു ഡെവലപ്പ് 1 horse power. ഇത് ആക്ച്വലി സ്പെസിഫിക് സ്പീഡിൻ്റെ ഡെഫിനിഷനാണ്. അതായത് 1 meter ഹെഡ് ഡെവലപ്പ് ചെയ്യാൻ 1 horse power എടുക്കണമെങ്കിൽ ദ ടർബൈൻ ഷുഡ് റൊട്ടേറ്റ് അറ്റ് സ്പെസിഫിക് സ്പീഡ് എന്നാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, എ മോഡറേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. ആക്ച്വലി മോഡറേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ മോളിക്കുലർ വെയിറ്റ് വളരെ കുറവായിരിക്കണം. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ഡി. Next, a conductor is composed of 7 identical copper strands, 7 identical copper strands, each having a radius 2. അങ്ങനെയാണെങ്കിൽ സെൽഫ് GMD ഓഫ് ദ കണ്ടക്ടർ വിൽ ബി. ഇത് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നും കൂടെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. 7 ഐഡന്റിക്കൽ കോപ്പർ സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയറിലാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. ആൻഡ് ദ കോൺഫിഗറേഷൻ വിൽ ബി ഫസ്റ്റ് 1, അത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 and 6. ഇതാണ് നമ്മുടെ കോപ്പർ സ്ട്രാൻഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ സെൽഫ് GMD എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സെൽഫ് GMD ഓഫ് ഇൻഡിവിജ്വൽ കണ്ടക്ടേഴ്സ്. അതിൻ്റെ 7th റൂട്ട് എടുക്കണം. പ്രൊസീജിയറാണ്. ഫസ്റ്റ് സെൽഫ് GMD ഓഫ് സെൻട്രൽ കണ്ടക്ടർ. സെൽഫ് GMD ഓഫ് സെൻട്രൽ കണ്ടക്ടറിന് 7 ഡിസ്റ്റൻസ് വരും. സെൻട്രൽ കണ്ടക്ടറിൻ്റെ സെൽഫ് GMDക്ക് മാത്രം 7 ഡിസ്റ്റൻസിൻ്റെ 7th റൂട്ട് എടുക്കണം. എങ്ങനെയാണ് എടുക്കുന്നത്? സെൻട്രൽ കണ്ടക്ടറിൻ്റെ റേഡിയസ് ആർ ഇൻറ്റു 2r ഇൻറ്റു 2r ഇൻറ്റു 2r ഇൻറ്റു 2r ഇൻറ്റു 2r ഇൻറ്റു 2r. സോ സെൻട്രൽ കണ്ടക്ടർ മാത്രം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വന്തമായിട്ടുള്ള സെൽഫ് GMD 0.7788 r ഇൻറ്റു എല്ലാ കണ്ടക്ടറുമായിട്ട് 2r ഡിസ്റ്റൻസ് മെയിൻ ചെയ്യും. 2r raised to 6 ഇതിൻ്റെ 7th റൂട്ട്. അപ്പോൾ സെൻട്രൽ കണ്ടക്ടർ കിട്ടി. അത് ഒരു കണ്ടക്ടറിനെ നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ ചുറ്റും 6 കണ്ടക്ടേഴ്സ് ഇരിപ്പുണ്ട്. ഓരോ കണ്ടക്ടറിനും വിത്ത് റെസ്പെക്ട് ടു അതർ കണ്ടക്ടേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടാണ്. അതായത് ഞാൻ സിമ്പിളായിട്ട് പറയാം, പുറത്തെ സർഫസിലിരിക്കുന്ന 6 കണ്ടക്ടറും സെയിം പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഓരോ കണ്ടക്ടർ ശ്രദ്ധിക്കുക, 0.7788 r ഇൻറ്റു 2r ഇൻറ്റു അത് കഴിഞ്ഞാൽ ഈ ആറും ഈ കണ്ടക്ടറും ഈ പോയിന്റിലിരിക്കുന്ന കണ്ടക്ടറും അല്ലേ. സോ അവിടെ ഒരു ആംഗിൾ വരും. ആംഗിൾ 120 ഡിഗ്രി സംതിങ് ആയിരിക്കും. ഈ ആർ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതാണ് ആക്ച്വലി സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. സോ ഈ പുറത്തുള്ള 6 കണ്ടക്ടറും സിമെട്രിക്കൽ ആയിരിക്കും. പുറത്തുള്ള 6 കണ്ടക്ടറും ആക്ച്വലി എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സിമെട്രിക്കൽ. സോ നിങ്ങൾ അതുപോലെ 6 കണ്ടക്ടറും കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 7th റൂട്ട് എടുക്കുമ്പോൾ ആക്ച്വലി യു വിൽ ബി ഗെറ്റിംഗ് 2.177 ടൈംസ് റേഡിയസ് എന്ന് നമുക്ക് കിട്ടും. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇവിടെ റേഡിയസ് 2 ആണ് തന്നിട്ടുള്ളത്. ഇഫ് റേഡിയസ് ഇസ് 2, ആൻസർ ഇസ് ഗോയിങ് ടു ബി 4.35 സെൻറ്റിമീറ്റർ. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ സി. A circuit breaker has interrupted the current at the instant when its value is 5 kA. ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസും തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് വാല്യൂ റിക്വയർഡ് ഫോർ സ്വിച്ചിങ് പർപ്പസ്? നമ്മൾ എന്തിനാണ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്? കറണ്ട് ചോപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലേ. റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇറ്റ് ഇസ് ഗിവൻ ബൈ 0.5 ഇൻറ്റു റൂട്ട് L/C. ആൻസർ 50 ohms എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. Next, an overcurrent relay of current rating 5 ampere setting 150% connected to 200/5. അങ്ങനെയാണെങ്കിൽ ലൈൻ കറണ്ട് റിക്വയർഡ് ഫോർ പിക്കപ്പ് എന്തായിരിക്കും? PSM കാൽക്കുലേറ്റ് ചെയ്യുക. PSM ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ പിക്കിംഗ് അപ്പ് അല്ലേ. മിനിമം വാല്യൂ എന്താണ്? 1 എന്ന് പറഞ്ഞാൽ ഫോൾട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് സെറ്റിംഗ് ഓഫ് ദ റിലേ ഇൻറ്റു റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഇൻറ്റു CT റേഷ്യോ. സ്റ്റാൻഡേർഡ് ഫോർമുല അല്ലേ. സോ ഇറ്റ് ഈസ് 1.5 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ 300 വരും. ഡിനോമിനേറ്ററിൽ 300 വന്നു കഴിഞ്ഞാൽ ഫോൾട്ട് കറണ്ട് ഷുഡ് ബി 300 ആൻഡ് അബോവ്. സോ മിനിമം ആയിട്ടുള്ള ലൈൻ കറണ്ട് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 300 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The most appropriate way of mitigating the problem of interference between a power line and a communication line. So നമ്മൾ ട്രാൻസ്പോസിഷനിൽ പഠിക്കുന്നതാണ്. ട്രാൻസ്പോസിഷൻ ഈസ് ഡൺ ഓൺ പവർ ലൈൻസ്. നമുക്ക് എന്താണ് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഒരു വലിയ ടവർ 400 kV ടവറിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞിട്ട് ടവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓരോ കണ്ടക്ടറിൻ്റെ സൈഡിലും ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഗ്രീൻ അല്ലെങ്കിൽ റെഡ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് ദൂരെ പോയിട്ട് സെയിം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ആ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Next, what will be the nature of fault if a power system is subjected to a fault which makes the zero sequence component of actual current equal to 0? Ground fault il maatrame zero sequence varathullu. So our answer is option A, line to line fault. Next, which of the following stability is increased with the use of high speed circuit breakers? സർക്യൂട്ട് ബ്രേക്കറുകൾ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൾട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ അനാലിസിസ് എന്താണ്? ട്രാൻസിയന്റ് അനാലിസിസ്. പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ടൈമിന് ഒരുപാട് മുന്നേ തന്നെ നമുക്ക് ഫോൾട്ടിനെ ക്ലിയർ ചെയ്യാം. സോ ഇറ്റ് ആക്ച്വലി ഇംപ്രൂവ്സ് എന്താണ്? ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. നെക്സ്റ്റ്, എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഹാവിംഗ് 4 units ഓഫ് സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ്. വോൾട്ടേജ് അക്രോസ് ദ ബോട്ടം മോസ്റ്റ് യൂണിറ്റ് ഇസ് 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ്. സോ സ്ട്രിംഗ് എഫിഷ്യൻസി എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഞാൻ 100 ആക്കി എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ബോട്ടം യൂണിറ്റ് ഇസ് 45 ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് ഇസ് 4 അല്ലേ? ഇത്രയും വരണമായിരുന്നു, പക്ഷേ ഇടയ്ക്കുള്ള സെൽഫ് കപ്പാസിറ്റൻസ് കാരണം എന്താണ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് 100 ആയി. സോ ആൻസർ ഇസ് 100 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 4. ആൻസർ ഇസ് ഓപ്ഷൻ ഡി എന്താണ്? 55.55%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A single phase 2 conductor line separated by a distance 1.5 meter apart with radius of 2 cm each produce a self inductance of. ശ്രദ്ധിക്കുക, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുല സിംഗിൾ ഫേസ് 2 കണ്ടക്ടർ ലൈൻ ആണ് അല്ലേ? സോ ദർ ഇസ് എ ഫോർമുല എന്താണ്? 0.4 നാച്ചുറൽ ലോഗരിതം ഓഫ് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 0.7788 ഇൻറ്റു ആർ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് 1.5 വന്നിട്ടുള്ളത്, റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 cm ആണ്. സോ 0.02 ഇൻറ്റു 0.7788 1.5 നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ നാച്ചുറൽ ലോഗരിതം ഒക്കെ എടുക്കണം. സോ എന്താണ്? നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഒക്കെ ഉള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഇസ് ഗോയിങ് ടു ബി അറൌണ്ട് 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്ന് വരും. ഇതിൻ്റെ യൂണിറ്റ് തന്നെ മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്നാണ്. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? 1.83 വരും. ഇത് സിംഗിൾ ഫേസ് 2 കണ്ടക്ടർ ആണ്, അതുകൊണ്ടാണ് ഞാൻ 0.4 എടുത്തത്. സിംഗിൾ ഒരു കണ്ടക്ടറേ ഉള്ളൂങ്കിൽ ഇറ്റ് ഈസ് 0.2 ആണ്. നെക്സ്റ്റ്, ദ ഒക്ടൻ നമ്പർ 752.222 is equivalent to. നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം 4 വെച്ച് പെയർ ചെയ്യുക. പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുക, പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എന്താണ്? 1EA.49 എന്താണ്? ടു ദ ബേസ് 16 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 4-bit റിപ്പിൾ കൗണ്ടർ ആൻഡ് എ 4-bit സിങ്ക്രണസ് കൗണ്ടർ ആർ മെയ്ഡ് യൂസിങ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. റിപ്പിൾ കൗണ്ടർ മീൻസ് എന്താണ്? അസിങ്ക്രണസ് കൗണ്ടർ അല്ലേ? ഇവിടെ എന്തുണ്ട്? സിങ്ക്രണസ് കൗണ്ടർ ഉണ്ട്. സോ അസിങ്ക്രണസ് കൗണ്ടറിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് വന്നതിന് ശേഷമേ എന്താണ് അത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് പോകത്തുള്ളൂ. സോ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും പ്രൊപ്പഗേഷൻ ഡിലേ 10 നാനോസെക്കൻഡ്സ് പറയുന്നുണ്ടെങ്കിൽ 4-bit റിപ്പിൾ കൗണ്ടറിന് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളത് കൊണ്ട് ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് ഗോയിങ് ടു ബി 40 നാനോസെക്കൻഡ്. നേരെ മറിച്ച് സിങ്ക്രണസ് കൗണ്ടർ ആണെങ്കിലോ ഇതെല്ലാം സിങ്ക്രണൈസ്ഡ് ആണ് അല്ലേ? ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് അറ്റ് എ ടൈം നമുക്ക് എന്താണ് ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുന്നതും ഔട്ട്പുട്ടിന്റെ ഡിലേ 10 സെക്കൻഡ് വിൽ ബി എന്താണ്? സ്റ്റാർട്ടിങ് ആൻഡ് ഓൾസോ എൻഡിങ് അറ്റ് ദ സെയിം ടൈം. സോ synchronous counter it is going to be 10 nanosecond. Answer is option B. Which combinational circuit is well known for selecting a single input and from multiple input? Okay, single input from multiple input നമുക്കറിയാം എന്താണത്? This is actually MUX അല്ലേ? MUXന്റെ വേറൊരു പേരാണ് ഡേറ്റ സെലക്ടർ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എന്താണ്? ഓപ്ഷൻ എ, ഡേറ്റ സെലക്ടർ. How many NOT gates are required for the construction of a 4-to-1 multiplexer from the following? എന്താണ് അതിന്റെ മീനിങ്? How many NOT gates are required for the construction of a 4:1 multiplexer from the following? Answer is എന്താണ്? 2.
കാരണം എന്ന് പറഞ്ഞാൽ 4:1 മൾട്ടിപ്ലക്സറിന് നമുക്ക് 2 സെലക്ട് ലൈൻസ് കൊടുക്കണം. 2 സെലക്ട് ലൈൻസിൽ കൊടുക്കാമെന്നുള്ള കോമ്പിനേഷൻ എന്താണ്? 4 കോമ്പിനേഷനാണ്. 2 ഇൻപുട്ടേ ഉള്ളൂ, എന്താണ്? എയും ബിയും. സോ ഇതിൻ്റെ ഒരു ബാർ എടുക്കണം, ബിൻ്റെയും ബാർ എടുക്കണം. സോ വി റിക്വയർ 2 നോട്ട് ഗേറ്റ്സ് ഫോർ ദ പർപ്പസ്. എങ്കിൽ മാത്രമേ സെലക്ട് ലൈൻസിൽ പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ആഡർ സർക്യൂട്ട് ദ ക്യാരി പ്രൊപ്പഗേഷൻ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഓപ്ഷൻ ബി ഓപ്ഷൻ ഡിയും എന്താണെന്ന് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ല. യൂഷ്വലി ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആഡറിലാണെങ്കിൽ എ ഇൻറ്റു ബി ആണ്. സോ നമുക്ക് ആൻസർ കീ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ, എക്സാക്ട് ആൻസർ എന്താണ് നമുക്ക് ആൻസർ കീയിൽ നോക്കാം. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ 50 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ. നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, so thank you all for patiently listening. Thank you.